നമസ്കാരം സർ. നമസ്കാരം. സർ, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, രക്ഷയുടെ കാര്യം പറഞ്ഞു. ഈ ജ്യോതിഷപരമായിട്ടുള്ള നമ്മൾ പല പരിഹാരങ്ങൾക്കും നമ്മൾ രക്ഷ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പല തകിടുകളായിട്ട് കൊടുക്കുന്നതും യന്ത്രങ്ങളായിട്ട്, അതെ, ഏലസുകളും അങ്ങനെയൊക്കെ. ഈ ഏലസ് തന്നെയല്ലേ യന്ത്രം എന്ന് പറയുന്നത്, അല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള രക്ഷകൾ കൊടുക്കുന്നുണ്ട്. ഈ രക്ഷകൾ ചിലപ്പോൾ ഒരു ജ്യോതിഷം പഠിച്ചൊരു, അതായത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട ഒരാൾ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള പല ഇൻഡസ്ട്രിയിലും പലരും ഉണ്ട്. അപ്പോൾ അതേപോലെ ഒരാളാണെങ്കിൽ പോലും ഒരു രക്ഷ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഇതെങ്ങനെയാണ് സാർ ഇതിൻ്റെ സൈക്കോളജി വർക്ക് ആവുന്നത്? അത് വിശ്വാസം ഒരാശ്വാസം തരുമെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കണമല്ലേ. നമ്മളിപ്പം ഒരു പാലത്തിലൂടെ സഞ്ചരിക്കണം, ചെറിയ നാരോ ബ്രിഡ്ജാണ്, ഒരു കവുങ്ങുംതടി പാലം, ഒരു തെങ്ങുംതടി പാലം നമ്മൾ പറയും നാട്ടുപ്രദേശം. അതിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഭയം വരും. വീണ് പോകുമോ എന്നുള്ള ഭയമാണ്. വീണ് പോകുമെന്നുള്ള ഭയമുണ്ട്, വീഴും. അപ്പോൾ അത് വീഴാതിരിക്കാൻ ആ രണ്ട് കരയും ബന്ധിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കയറ് കിട്ടും, പിണിക്കയർ. ഈ കയറിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ വ്യക്തി വീഴില്ല. പക്ഷെ ബുദ്ധിക്കറിയാം ഏതെങ്കിലും കാരണവശാൽ കാല് തെറ്റി വീണാൽ കയറോടെ വീഴുമെന്ന്, പൊട്ടി വീഴുമെന്നറിയാം, പക്ഷെ വീഴില്ല. അങ്ങനെ നമ്മളെ വീഴ്ത്താതെ ഈ ജീവിതയാത്രയിൽ മറുകര കടത്താൻ ഈ ഒരു ചെറിയ ചരടെന്ന് പറയുന്നത് വീഴ്ത്തില്ല എന്നുള്ള വിശ്വാസം അയാളെ വീഴ്ത്തുന്നില്ലെങ്കിൽ അത് നല്ലതാണ് ആ വിശ്വാസം. ഇതേപോലെ നമ്മൾ പരമ്പരാഗതമായിട്ട് ആചരിച്ചു പോരുന്ന പല വിശ്വാസങ്ങളിലൂടെയും കറക്റ്റ് ചെയ്യുന്നതാണ് ജ്യോതിഷത്തിൽ പലപ്പോഴും. നമുക്ക് ഇത്ര നാളും ഇല്ലാത്തതിന് പുതിയൊരു റൂട്ടിലൂടെ ചില വിശ്വാസങ്ങളിലൂടെ ഗൈഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ വിശ്വാസമാണ് ഫലം കിട്ടുന്നത്. ഇപ്പം രക്ഷ, അതിനുവേണ്ടി രക്ഷ കെട്ടാറുണ്ട്. രക്ഷ എന്നല്ലേ പറയും, നമ്മളെ രക്ഷിക്കുന്നത് എന്തോ അതാണ് രക്ഷ. അത് ഒരു അടയാളമാകാം, ഒരു ഒബ്ജക്റ്റാണ്. ഇനിയും രക്ഷയായിട്ട് പലപ്പോഴും മന്ത്രങ്ങളാകാം. ഒരു മന്ത്രം ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ രക്ഷയാണ്. മന്ത്രം വെച്ചാൽ മനനാൽ ത്രായതേ ഇന്തി മന്ത്ര, മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുന്നതാണ് മന്ത്രം. ത്രം റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു രക്ഷയാണ്. പിന്നെ കൂടാതെ ഒബ്ജക്റ്റ് ബേസിൽ തകിടുകൾ, നേരത്തെ പറഞ്ഞ പോലെ തകിട്, ഏലസ്, ഇതെല്ലാം യന്ത്രങ്ങളാണ്. യന്ത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്താ? യന്ത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും കറങ്ങുന്നത്. ഇതുപോലെ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ യന്ത്രം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് യന്ത്രം. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ശരീരത്തിനകത്തുള്ള സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ചലിച്ചുകൊണ്ടായിരിക്കും, പരതിക്കൊണ്ടായിരിക്കും ശരീരം മുഴുവൻ. ഇപ്പോൾ നമ്മളിപ്പോൾ അറിയുന്നില്ല, ശ്വാസം എടുക്കുന്ന അറിയുന്നില്ല. നമ്മുടെ ഹാർട്ടും കിഡ്നിയും ലിവറും എല്ലാം സ്വസിദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാം ഈ യന്ത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഒരു മിഷനറിയാണ് കംപ്ലീറ്റ്. നമ്മൾ ഉറങ്ങുന്ന സമയത്തും എല്ലാ സമയത്തും അകത്ത് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും, യന്ത്രം പോലെ മിഷനാണ്. അപ്പം ഈ ബോധമനസ്സ് ഓഫാകുന്നപ്പോഴാണ് നമ്മൾ ഉറങ്ങുമ്പോഴാണ്, അല്ല മറ്റേതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ അശ്രദ്ധ. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനെ ആത്മാവെന്ന് പറയുന്നത്, ശരീരം ആസകലം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നത്. ബോധമനസ്സ് ഓഫാകുമ്പം അത് കൂടുതൽ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നല്ല ഗാഠനിദ്രയാണ്, ഒരു 2 മണി രാത്രി പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പം ഉറങ്ങിയത് നമ്മുടെ ബോധമനസ്സാണ്. ഇപ്പോൾ ഉറങ്ങാതിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിങ്ങനെ പരതുകയല്ലേ. ഉടനെ ഇതെന്താ കാര്യമെന്നറിയില്ല. ഉടനെ നമ്മുടെ ബോധമനസ്സിനെ ഉണർത്തും, ഒരു സിഗ്നൽ കൊടുക്കും. ബോധമനസ്സിന് ഉണർന്നു. ബോധമനസ്സാണ് ചിന്തിക്കുന്നത് എന്താ പ്രശ്നം. അപ്പോൾ ബോധമനസ്സിനെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളതാണ് ഉപബോധമനസ്സ് ചെയ്യുന്നത്. അതിന് റിയലൈസ് ചെയ്യാൻ കഴിവില്ല. ഇപ്പോൾ നമ്മളെ രക്ഷിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു കൊതുക് കടിച്ചെന്ന് വിചാരിച്ചു, ബോധമനസ്സ് ഓഫായി. ആ സമയത്ത് കൊതുക് കടിച്ചാൽ അപ്പം തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും? ബുദ്ധിയിലോട്ട് പോയിട്ട് ബോധമനസ്സിനെ ഉണർത്തുന്നില്ല, കയ്യിലോട്ട് കമാൻഡ് കൊടുക്കും, സ്റ്റഡിയ. രാവിലെ നമ്മൾ നോക്കുമ്പം കൊതുക് ചത്ത് കിടപ്പുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ യന്ത്രം പോലെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിന് പരിചയമില്ലാത്ത എന്തെങ്കിലും വസ്തു നമ്മളുടെ ശരീരത്തോ ചുറ്റുപാടോ പെട്ടെന്ന് അവൻ ഫോക്കസ്ഡ് ആവും. എന്താണ് സംഗതി. അപ്പോൾ നമ്മളൊരു ജ്യോതിഷത്തിലോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോകും. ഇപ്പം ഞാനൊരു ഹീലറാണ്, എൻ്റെ അടുത്ത് പലരും വരുന്ന സമയത്തൊക്കെ നമ്മൾ ചില യന്ത്രങ്ങൾ ഇതിങ്ങനെ കൊടുക്കും. അപ്പോൾ എൻ്റെ കയ്യിലെങ്ങനെ ധരിച്ചിരുന്നില്ല, എഴുതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത സാധനമാണെങ്കിൽ ഇന്നുണ്ടെങ്കിൽ നല്ലവണ്ണം നമ്മുടെ ബോധമനസ്സ് ഔട്ടാകുന്ന സമയത്ത് ഉപബോധമനസ്സ് ഇങ്ങനെ പരതുമ്പോൾ ഇവിടെ ഇതെന്താ സാധനം, ഇത് അവന് സ്റ്റക്കാവും, അവന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിങ്ങനെ കോൺഷ്യസ് മൈൻഡിലോട്ട് സിഗ്നൽ പോകും, എന്താ ഈ സാധനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു കൊടുക്കും അത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് റിയലൈസ് ചെയ്തു, ഓക്കെ എന്നാൽ പിന്നെ ആ സാധനം ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, ആ പേടിക്ക് വേണ്ടിയിട്ടാണ്, അല്ല ധനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് സപ്പോർട്ടുള്ള പ്രവർത്തനം സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നു.
അതുകൊണ്ടാണ് ഈ എനർജി ഹീലേഴ്സ് അല്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട് പല ബാലൻസിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ ഇടുന്നത്. ചിലർക്ക് വ്യത്യസ്ത രീതിയിലുള്ളതുണ്ട്. ഇപ്പം ധനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഇതുകളുള്ള സ്റ്റോണുള്ള ബ്രേസ്ലെറ്റുകളുണ്ട്. അതിനൊക്കെ യന്ത്രമെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ അകത്തുള്ള മെഷീൻ ശരിക്കും പ്രവർത്തിപ്പിക്കും, അതിൻ്റെ പവറുണ്ട്. അത് നമ്മളും അതിലും ഒരു എനർജി പാസ് ചെയ്തിട്ടാണ് ധരിക്കുന്നവർക്ക്. അപ്പോൾ അത് കയറി ട്രിഗറാവും. എന്തിനിപ്പം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. പലർക്കും പല പല വർഷങ്ങളല്ലേ, ഓരോന്നിനും വ്യത്യസ്ത രീതിയിലുള്ള എന്തിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണോ നമ്മൾ ധരിക്കുമ്പം നമ്മൾ അതിലേക്ക് ഫോക്കസ്. ഇപ്പം ഞാൻ പല വിധത്തിലുള്ള ഇത് ധരിച്ചിട്ടുണ്ട്, നവരത്നങ്ങൾ എന്നാണ്. നവരത്നങ്ങൾ. അപ്പോൾ 9 ഗ്രഹങ്ങളെയും ബാലൻസ് ചെയ്യുന്ന ഓരോ ദിവസവും നമ്മുടെ ഗ്രഹത്തിനനുസരിച്ച് വ്യത്യസ്തതകളുണ്ടാകും ചിന്താഗതിയിൽ. അതെന്ന് വെച്ചാൽ പ്രവർത്തനത്തെ ബാധിക്കും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നവഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് നമ്മൾ ബുദ്ധിയിലൂടെ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ കറക്ഷൻ നടത്താനും അല്ലെങ്കിൽ ഒരു അപകടമോ അല്ല പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്യാനും ഇത്തരത്തിലുള്ള എനർജി ബാലൻസിങ് ഡിവൈസിനൂടെ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ രക്ഷ കിട്ടുന്നതായിക്കോട്ടെ, യന്ത്രങ്ങൾ ധരിക്കുമ്പോഴായിക്കോട്ടെ, ജ്യോതിഷത്തിൽ ഇങ്ങനെ പറയുന്നത് ജനറലായിട്ട് അവരുടെ നാളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പം ഓരോ വ്യക്തിയുടെ നാളുകൾക്കും ഇത് വെച്ചിട്ട് ചില വ്യത്യസ്ത ഡ്രോബാക്കുകളുണ്ടാവും. ഒരാളും എല്ലാവരും വ്യത്യസ്തരല്ലേ. അപ്പോൾ ചിലർക്ക് ഭയം കൂടുതലുള്ളവരുണ്ടാകും ജാതകവശാൽ. ചിലർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കില്ല, രണ്ടാമതേ സാധിക്കുകയുള്ളൂ, എളുപ്പ ബുദ്ധി എന്നൊക്കെ പറയും. ഇപ്പം ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യില്ല. അതായത് കാണേണ്ട ഒന്ന് കാണേണ്ട സമയത്ത് കാണില്ല, എടുത്തിയാട്ടക്കാരാണ്. ഇത് പൊതു സ്വഭാവം ഉണ്ടാവും എല്ലാവർക്കും. ഇത് പണ്ട് കാലത്ത് ഈ ജാതകത്തിലൂടെ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് ജാതകത്തിൽ പലരും വിശ്വസിക്കുന്നത്. ഇനി ഇതൊന്നും ജാതകത്തിൽ വിശ്വാസമില്ല, ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ചില പല കമ്മ്യൂണിറ്റിയിൽ ജാതകം നോക്കിയൊന്നും അല്ല വിവാഹം കഴിക്കുന്നത്, മനസ്സിൻ്റെ ഒരു പൊരുത്തമാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, പ്രശ്നമില്ല പലർക്കും. ഇത് കൂടുതൽ വിശ്വാസത്തിലൂടെ പോയി കഴിഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ പിന്നിലുള്ള സയൻസ് അറിഞ്ഞില്ലെങ്കിൽ അത് അന്ധവിശ്വാസമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ടെന്നും ആ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാണ് പരിപാലിക്കുന്നതെങ്കിൽ അതിനുള്ള ഫലം കിട്ടും. ഇപ്പം നമ്മളത് കണക്ക് ഇപ്പോൾ തന്നെയാണ് പലപ്പോഴും യന്ത്ര രൂപത്തിലുള്ള ചില ഇത് ആവാഹിച്ച് ഒഴിപ്പിക്കലൊക്കെ ഇല്ലേ. ചുറ്റി നോക്കിയിട്ട് അത് കണക്കുള്ള കൺസൾട്ടൻ്റ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്ന ബാധകൾ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മളെ മുന്നിലിരുത്തി അവരുടേതായ ചില ക്രിയകളൊക്കെ ചെയ്ത് ഇതിലേക്ക് ആവാഹിക്കും. എന്നിട്ട് ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടേക്കുക, അത് ഇന്ന ക്ഷേത്രത്തിൽ കൊണ്ടിടുക. അപ്പോൾ സർപ്പദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു രൂപത്തിലേക്ക് ആവാഹിച്ച് മണാർശാലയിലോ അല്ലെ പാമ്പുമേക്കാട്ടോ അല്ല അങ്ങനെയുള്ള നാഗ ദൈവങ്ങൾ തോന്നും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബോധപൂർവ്വം ഇത് ചെയ്യുന്നത്. ഇതിനെ ആധുനിക കാലഘട്ടത്തിൽ NLP എന്നൊക്കെ പറയും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. നമ്മുടെ പഴയ പ്രോഗ്രാമിനെ പുതിയ റൂട്ടിൽ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുമ്പം ആ പ്രശ്നം പരിഹരിക്കുന്നു. അപ്പോൾ അന്നത്തെ പഴയ രീതിയിലുള്ള കൺസെപ്റ്റിനെ സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവ് വരുമ്പോൾ എഫക്റ്റ് ഇതേ രൂപത്തിലാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് സർ. ഇപ്പം ചൊവ്വാദോഷം, ഇപ്പം എല്ലാവർക്കും ഒരു തലവേദന പിടിച്ച് പണ്ട് തൊട്ടേ ചൊവ്വാദോഷത്തിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. ഈ ചൊവ്വാദോഷം ബാധിച്ച ജാതകക്കാരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ പേഴ്സണലി അനുഭവിക്കുന്നവരുണ്ടാവും. മെയിനായിട്ട് അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ, അതായത് നല്ലൊരു വിവാഹാലോചന പോലും വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ള ജാതകക്കാരനെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ. എന്താണ് ഈ ചൊവ്വാദോഷം? ഈ ചൊവ്വാദോഷം സാറിൻ്റെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു സൊല്യൂഷൻ സൈക്കോളജിയിലുണ്ടോ? സൈക്കോളജിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോഷം എന്ന് പറയുന്നത് നമുക്ക് ഹിതമല്ലാത്തതാണ് നമ്മുടെ പിറവി എന്നുള്ള നമ്മുടെ ചിന്തയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു തലക്കുറി കൊടുത്തതനുസരിച്ചായിരിക്കും ഇത് എഴുതിയിരിക്കുന്നത്. അതിൽ ചില നാളുകാരുടെ ഇത് വെച്ചിട്ട് പറയും ഇവർക്ക് 28 വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് വരെ വിവാഹം നടക്കില്ല, അത് ചൊവ്വാദോഷമാണ്, അല്ലെങ്കിൽ അവരുടെ രാശി കറക്റ്റല്ല, പാപസാമ്യം ഇങ്ങനെ കൂടുതലുണ്ട്, ഇങ്ങനെ പലതും പറയാറുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ പ്രശ്നമാണ്. ഇനി ശ്രദ്ധിച്ച് പോകും. ഇപ്പം നല്ലതിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളെ മറികടക്കാൻ പരിഹാരം ഒക്കെ ചെയ്തു ചൊവ്വാദോഷമുള്ള ആൾക്കാരെ തമ്മിൽ കണക്റ്റാക്കി അവർ വിവാഹം കഴിച്ചു പോകുമ്പോൾ എനിക്ക് ദോഷമുണ്ടായിരുന്നു, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഉറപ്പിക്കാൻ സാധിച്ചാൽ അതൊക്കെ നല്ലതിനാണ്. എന്നാൽ നേരെ തിരിച്ച് ഈ നന്മയെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ഒരുപാട് നാശം വിതയ്ക്കുന്നുണ്ട്. പല ബന്ധങ്ങളും ശിഥിലമായിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിൻ്റെ നാളിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എൻ്റെ നാളിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ള ചിന്തയിലൂടെ മാനസികമായ അവസ്ഥയിലോട്ട് പോയി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻറ്ററിൽ വരാറുണ്ട്.
എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഈ ചൊവ്വാദോഷവും കാലദോഷവും സമയദോഷവും ഒക്കെ നിങ്ങളുടെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിച്ച ഇതിനൊക്കെ മറികടക്കാവുന്നതാണ്. മറികടക്കാം. ഉറപ്പായിട്ടും. അതിന് ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചൊവ്വാദോഷമുള്ള ഒരു ജാതകം ഉള്ളൊരു പെൺകുട്ടി, അവളോട് ജ്യോതിഷിയോ അല്ല അതുകൊണ്ട് കൺസൾട്ടൻറ്റ് നിർദ്ദേശിക്കാറില്ല, ഇതനുസരിച്ച് എനിക്ക് ദോഷമുണ്ട്, ഇത് കാണുന്ന അവർ പറയുന്നത്. അപ്പോൾ അവർക്ക് ശരിയാ, കറക്റ്റായി ഇത് പറയുന്നത്, പണ്ടുതൊട്ടേ കേൾക്കുന്ന അത് തന്നെ ഇദ്ദേഹം നോക്കി പറഞ്ഞു. ഇനി പരിഹാരം എന്ത്? പരിഹാരം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇന്ന് മുതൽ ഒരു വർഷത്തേക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അല്ല ശിവൻ്റെ ക്ഷേത്രത്തിൽ മംഗല്യ സൂക്തം പുഷ്പാഞ്ജലി കഴിക്കുക. അതൊരു ഒബ്ജക്റ്റാണ്, അതിലേക്ക് ഗൈഡ് ചെയ്യണം. അപ്പോൾ മുതൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ചിന്ത മാറുകയാണ്. ദോഷമുണ്ടായിരുന്നു, ഓക്കെ ശരിയാ, അത് നമുക്കറിയാം. ഇനി മുതൽ പരിഹാരം ഈ ആൾ കൺസൾട്ടൻ്റ് വിദഗ്ധനുമാണ്, പ്രശസ്തനാണ്, അത് പറഞ്ഞാൽ ദേവിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് മുതൽ ഈ പെൺകുട്ടി ചൊവ്വാഴ്ച ഇതിന് പരിഹാരത്തിനായിട്ട് പോകുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, അർച്ചന കഴിക്കുന്നു. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച അടുത്ത് വെള്ളിയാഴ്ച വരിക. അപ്പോൾ ഇവിടെ ട്രാഫിക്ക് കൂടി. അപ്പോൾ ഈ ആൾ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, കിഴക്ക് ദിക്കുന്നതായിരിക്കും ആലോചന വരിക, ആദ്യം മരുന്ന് നടത്തിയേക്കണം. അപ്പോൾ അതിനെ പ്രീ സജഷൻ എന്ന് പറയും, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചിന്തിച്ചുകൊണ്ടാണ് പിന്നീടുള്ള നാളുകൾ പോകുന്നതെങ്കിൽ ഒരു വർഷമൊന്നും വേണ്ട, അതൊരു 7 മാസത്തിനുള്ളിൽ കിഴക്ക് ദിക്കുന്ന ആലോചന വരും, കല്യാണം നടക്കും. ക്രെഡിറ്റ് ആരടിച്ചുകൊണ്ട് പോയി, കാര്യം നടന്നാൽ മതിയല്ലോ. അപ്പം ചില കേസുകൾക്ക് ഇങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സിനെയും ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ആണ് ഇതെല്ലാം തന്നെ. ഇപ്പം ചൊവ്വാദോഷം പോലെ തന്നെ ഇത് ഗുണത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഗജകേസരി യോഗം, ചിലർക്ക് ചൊവ്വാദോഷമൊന്നുമല്ല, യോഗമാണ്. ഇപ്പം ആദ്യം തന്നെ ഈ നാൾ വെച്ച് നോക്കുമ്പം ഈ വ്യക്തിക്ക് എല്ലാം കൊണ്ടും ഭാഗ്യമാണ്. ഗജകേസരി യോഗം എന്ന് പറയുന്നത്. ഗജം എന്ന് പറഞ്ഞാൽ എന്താ? ആന. കേസരി എന്ന് പറഞ്ഞാൽ സിംഹം. അപ്പം ആനയുടെ ശക്തിയും സിംഹത്തിൻ്റെ ബുദ്ധി, ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന യോഗമുള്ളവരാണ് ഗജകേസരി യോഗികൾ. അപ്പോൾ ജനിക്കുമ്പോൾ തൊട്ട് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ഗജകേസരി യോഗത്തിലാണ്. എൻ്റെ ജാതകത്തിൽ 20 വയസ്സ് വരെ ഗജകേസരി യോഗം, അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ലാസ്റ്റാണ് ഗജകേസരി യോഗം. ഇത് മാറി മറിഞ്ഞ് വരുന്നതനുസരിച്ച്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറിയാൽ അവരെപ്പോഴും ചിന്തിച്ച് നടക്കുന്നത് എന്താ? ഞാൻ ഭാഗ്യവാനാണ്, എനിക്കെല്ലാം നന്മയെ വരുള്ളൂ. ഇത് ചിന്തിപ്പിക്കാൻ ഈ ഒരു ജാതകം ഇടയാവുമെങ്കിൽ അത് നല്ലതാണ്. ഇനി ചിലർ ഗജകേസരി യോഗം ആണ് ജാതകത്തിൽ, പക്ഷേ അനുഭവത്തിലെല്ലാം നേരെ തിരിച്ച്. അപ്പോൾ പറയണോ എന്ത് കാര്യം, ജാതകത്തിൽ ഗജകേസരി യോഗമാണ്, എൻ്റെ അനുഭവം ഇതാ എന്ന് പറയും. അതെന്താണ് അങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിയെ സൈക്കോളജിക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം ഗജം എന്ന് പറഞ്ഞാൽ ആനയല്ലേ, ആനയുടെ ശക്തി. ബുദ്ധിയാണ് കേസരി. ഇതിനെ രണ്ടിനെയും സിങ്ക്രണൈസ് ചെയ്യാൻ സൈക്കോളജിയിലൊരു സംഗതിയാണ് ആത്മശക്തി കൂട്ടുക. അതിനായിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കോൺഷ്യസ് മൈൻഡിലൂടെ കൊടുക്കുന്ന ഇഷ്യൂ എന്താണേലും അത് ഉപബോധ മനസ്സ് ഏറ്റെടുക്കും. ഇത് ഇത്ര നാൾ ഇവർക്ക് അറിയില്ല ടെക്നിക്ക്. അതിനാണ് പരിഹാര മാർഗമായിട്ട് നല്ല കാര്യങ്ങളിലേക്ക് തിരിക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തൊഴാൻ പോവുക, അല്ലെങ്കിൽ നാമജപങ്ങൾ ചെയ്യുക. അത്രയും നാൾ അവർ ചെയ്യാതിരുന്ന പുതിയ ചില ആക്ടിവിറ്റി കൊടുക്കുകയും അവർ സ്വീകരിക്കുകയും അത് തുടർന്ന് വിശ്വാസത്തോടെ ചെയ്തു പോവുകയാണെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കല്ല ആത്മാവിലേക്ക് പുതിയ കണ്ടൻസ് കയറുക. അത് ഭക്തിയുടെ പ്രൊഫഷനാണെങ്കിൽ അങ്ങനെ. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ, ജീവിത ചിട്ടയിൽ ഇന്നലെ വരെ ചെയ്യാതിരുന്ന പല കാര്യങ്ങളെയും പുതിയതായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ട ഉത്ബോധനങ്ങൾ കൊടുത്താൽ അത് ഈ വ്യക്തിക്ക് മാറിയേ പറ്റുള്ളൂ. ആ വിശ്വാസമുണ്ട്. അതവർ പ്രവർത്തിച്ചു തുടങ്ങാൻ തീർച്ചയായിട്ടും ഈ ഗജകേസരി യോഗത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പലരും അല്ലെങ്കിൽ ഈ ജാതകത്തിലും കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അങ്ങനെ തന്നെ ജീവിതം കളയുന്നവരുണ്ട്. എൻ്റെ വിധിയാന്ന് പറയും. വിധി എന്നാണ് പറയുന്നത്, വിധിയാണെന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നവരുടെ വിധി എന്ന് പറയുന്നത് മനുഷ്യൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധി എന്ന് പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നമുക്ക് മാറ്റി കുറിക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിന് ഈ പറയുന്ന സൈക്കോളജിക്കലി ഇതിനെ അറിയണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജാതകം എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നടക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരു തലത്തിൽ ഉണ്ട് കാര്യങ്ങൾ അറിയാൻ. ഈ ലോകത്ത് എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല, അല്ലേ? ഏത് എഫക്റ്റിനും ഒരു കോസും ഉണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെല്ലാത്തിനും പരിഹാരമുണ്ട്. അത് അറിയേണ്ട രീതിയിൽ തന്നെ നമ്മൾ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ റീപ്രോഗ്രാം ചെയ്ത് ഏത് ജാതക ദോഷത്തെയും അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പുതിയ സൈക്കോളജിക്കൽ വെർഷനിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ
കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.